നീ ഒരു ഭക്തനായി ജീവിച്ചാൽ നിനക്ക് മുമ്പിൽ വരുന്ന മരണത്തിന്റെ കെണികൾ ഒഴിഞ്ഞു പോകും. ജീവനെ ഒടുക്കിക്കളയുന്ന ദുഷ്ടശക്തികൾ ഈ പ്രപഞ്ചത്തിൽ താണ്ഡവ നൃത്തമാടുമ്പോൾ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ തരുന്നത് സർവശക്തനായ ദൈവമാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു വിജയം അവൻ യഹോവ ഭക്തനായിരിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കിക്കേ. യഹോവ ഭക്തനായി ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വേദപുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുക. സദൃശ്യവാക്യം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കെണികൾ ഒഴിഞ്ഞു പോകും. യഹോവ ഭക്തി ജീവന്റെ ഉറവാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചേ. യഹോവ ഭക്തനായി ജീവിച്ചാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. സ്തോത്രം. യഹോവ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അക്കമിട്ട് പഠിച്ചാൽ 100-ലധികം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ഞാൻ ഇന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നിങ്ങൾ എത്ര വലിയ കോടീശ്വരനായാലും എത്ര ദരിദ്രനായാലും ദൈവം അതല്ല നോക്കുന്നത്. ഒരു ഭക്തിയുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? മുടങ്ങാതെ വചനം വായിക്കുക, മുടങ്ങാതെ ദൈവത്തിന് മുമ്പിൽ പാട്ടുപാടുക, മുടങ്ങാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പാട്ടും പ്രാർത്ഥനയും വചനധ്യാനവും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാതെ എന്നും ദൈനംദിന ജീവിതത്തിൽ അത് ചെയ്തുകൊണ്ട് ആർക്കും ദോഷം ചെയ്യാതെ ഭക്തി നിർഭയമായ ഒരു ജീവിതം നീ നയിക്കുന്നു എങ്കിൽ അവൻ നിന്റെ കാര്യത്തിൽ ദൈവത്തിന് വലിയവ ചെയ്യാനുണ്ട്. ഒരു ഭക്തനായി ജീവിച്ചാൽ, സ്തോത്രം, വേദപുസ്തകം പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും വെളിപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ഒരു സന്ദേശം ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുക. നീ യഹോവ ഭക്തനായിരുന്നാൽ മരണത്തിന്റെ കെണികൾ നിന്നെ ഒഴിഞ്ഞു പോകും. സമയത്തിന് മുമ്പ് ജീവനെ കൊയ്തെടുക്കുവാൻ നിഗൂഢ പദ്ധതികളിലിടുന്ന പൈശാചിക കുതന്ത്രങ്ങൾ നിനക്ക് മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഒരു ഭക്തനായി ജീവിക്കാൻ പഠിക്കുക. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരിക. യഹോവ ഭക്തനായി ജീവിച്ച് ദുഷ്ടശക്തികളുടെ പിടിയിൽ നിന്നുള്ള വിടുതല പ്രാപിച്ച് മുന്നോട്ടു പോകാൻ നിന്റെ മക്കൾക്ക് കൃപ ചേരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ, പോരാട്ടങ്ങൾ മാറിപ്പോകട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു യഹോവ ഭക്തനായി ജീവിക്കാം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു.